കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ആരാധനാ ചിന്തയിലേക്ക് സഹായകമാകുന്ന നിലയിൽ നമുക്ക് ഒരു വേദഭാഗം വായിക്കാം. മത്തായി സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 45-ഉം 46-ഉം വാക്യങ്ങൾ വായിക്കുന്നു. പിന്നെയും സ്വർഗരാജ്യം ഒരു നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള ഉപമകൾ കർത്താവ് പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ 44-ാം വാക്യത്തിൽ ഒരു നിധിയുടെ കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ വായിച്ച വാക്യത്തിൽ നല്ല മുത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ കാര്യം ഇവിടെ പറയുമ്പോൾ ഇതാരെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വ്യക്തമല്ലെങ്കിലും നമുക്ക് നമ്മോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാനായിട്ട് വളരെ പ്രസക്തമായ ഒരു വാക്യം തന്നെയാണ് ഈ വാക്യം എന്നതിന് സംശയമില്ല. കാരണം നാം ആകുന്ന മുത്ത് ഈ ലോകത്തിൽ മറയ്ക്കപ്പെട്ടിരുന്നു. നാം വെളിച്ചത്തിലേക്ക് വരാതിരിപ്പാൻ സാത്താൻ നമ്മെ ആ വെളിച്ചത്തിൻ്റെ ആ പ്രകാശത്തിൻ്റെ സത്യം അറിയാതെ, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. എന്തിനാണ്? ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ 2 കൊരിന്ത്യർ 4:4 നമുക്കത് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് പിശാച് നമുക്ക് ഈ സത്യം മറച്ചു വച്ചിരിക്കുകയായിരുന്നു. നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവരാതിരിപ്പാൻ പിശാച് ഈ സത്യം മറച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ കാലാകാലങ്ങളിൽ ഈ സത്യത്തിലേക്ക് വരുവാൻ ദൈവം നമുക്ക് ഇടയാക്കി എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഞാൻ പറയട്ടെ, നാം ആകുന്ന മുത്ത് എവിടെയായിരുന്നു? ഒളിക്കപ്പെട്ടിരിക്കുകയാണ്, അല്ലേ? നാം ആയിരുന്ന മുത്ത് ഒളിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു വ്യാപാരിയെ നാം ഇവിടെ കാണുന്നുണ്ട്. നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരി. അപ്പോൾ ആ വ്യാപാരി ആരാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ആ വ്യാപാരി നമ്മുടെ കർത്താവ് തന്നെയായിരുന്നു. എന്നിട്ട് നാം വായിക്കുന്നത് എന്താ? തനിക്കുള്ളതൊക്കെയും വിറ്റു. ഈ കർത്താവ് ചെയ്ത കാര്യം, അല്ലെങ്കിൽ ഈ വ്യാപാരി ചെയ്ത കാര്യം, തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ആ മുത്ത് വാങ്ങി. നമുക്കറിയാം, കാൽവറി നമ്മുടെ മുമ്പാകെ കൊണ്ടുവരുന്ന ചിത്രം അതുതന്നെയാണ്. നമ്മുടെ സ്നേഹധനനായ നമ്മുടെ കർത്താവ് നാം ആകുന്ന മുത്ത് കണ്ടപ്പോൾ ആ വ്യാപാരി തനിക്കുള്ളതൊക്കെയും വിറ്റ് നാം ആകുന്ന മുത്തിനെ വാങ്ങി. കാൽവറിയിൽ തൻ്റെ ജീവനെ, അല്ലെങ്കിൽ തൻ്റെ രക്തത്തെ, അവസാനത്തെ തുള്ളി വരെയും ഊറ്റിത്തന്ന് ആ വ്യാപാരി ഈ മുത്തിനെ വാങ്ങി. നമുക്കെങ്ങനെ അത് വിവരിക്കാൻ കഴിയും? എനിക്കറിയാൻ പാടില്ല. ആ വ്യാപാരിക്ക് നമ്മോട് തോന്നിയ സ്നേഹം എങ്ങനെ വിവരിക്കാൻ കഴിയും? അത് വിവരിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. അൺഡിസ്ക്രൈബിൾ എന്ന് പറയുമല്ലോ, അത് വിവരിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണ് ആയിരിക്കുന്നത്. ദൈവമക്കളെ, ആ കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ആ കർത്താവിൻ്റെ ത്യാഗത്തെ നമുക്ക് ഓർക്കാം. ആ യാഗത്തെ നമുക്ക് ഓർക്കാം. നാം ആയിരുന്നു ആ വിലയേറിയ മുത്ത്. നമുക്കറിയാം, നാം ലോകത്തിൻ്റെ മുമ്പാകെ യാതൊരു വിലയുമില്ലാത്തവരാണ്, അല്ലേ? ലോകത്തിൻ്റെ മുമ്പാകെ വെറും ചത്ത നായ്ക്കൾക്ക് സമനാണ്. യാതൊരു വിലയുമില്ലാത്തവരാണ്. എന്നാൽ യാതൊരു വിലയുമില്ലാത്ത നമ്മെ വിലയുള്ളവരാണെന്ന് കണ്ടത് നമ്മുടെ കർത്താവാണ്, അല്ലേ? യാതൊരു വിലയുമില്ലാത്ത നാം വിലയുള്ളവരാണെന്ന് കണ്ടത് നമ്മുടെ കർത്താവ് തന്നെയാണ്. എന്നിട്ട് എന്ത് ചെയ്തു?
കർത്താവ് തൻ്റെ ചങ്കിലെ അവസാനത്തെ തുള്ളി രക്തം നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. തൻ്റെ ചങ്കിലെ ആ ചോര മുഴുവൻ നമുക്ക് വേണ്ടി ഊറ്റിത്തന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്കെന്ത് വിലയാണ് ഉണ്ടായിരുന്നത്? അല്ലേ? കർത്താവിൻ്റെ ചങ്കിലെ ചോര ഊറ്റിത്തരാൻ മാത്രം നമുക്കെന്ത് വിലയാണ് ഉണ്ടായിരുന്നത്? നിങ്ങൾ ഓർക്കണം, ആ ചോര ഊറ്റി തന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ വില എത്രയാ? ആ ചോരയുടെ വില അല്ലേ? ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി പറയുകയാണ്. ആ ചോരയ്ക്ക് 1,00,000 കോടി രൂപ വിലയുണ്ടെങ്കിൽ അതാണ് നമ്മുടെ വില. അതൊന്നുമല്ല ആ ചോരയുടെ വില, ഞാനത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ആ ചോരയ്ക്ക് എന്തുമാത്രം വിലയുണ്ടോ അത്രയും വിലയാണ് നമുക്കുള്ളത്. ആ വില കൊടുത്താണ് നമ്മെ വാങ്ങിയത്, അല്ലേ? നാം എന്തുമാത്രം ദൈവത്തെ സ്തുതിക്കാൻ കടപ്പെട്ടവരാണ്. നാം എന്തുമാത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കടപ്പെട്ടവരാണ്. അതെ, ആ കർത്താവ് നമ്മെ വിലയ്ക്ക് വാങ്ങി. യാതൊരു വിലയും നമുക്കില്ലായിരുന്നു. എന്നാൽ അവൻ നമ്മെ വിലയേറിയവരായി കണ്ടു. യെശയ്യാപ്രവചനം 43-ാം അധ്യായം 4-ാം വാക്യം നാം വായിക്കുമ്പോൾ, അവൻ അല്ലെങ്കിൽ നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി തീർന്നിരിക്കും. മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ. കണ്ടോ? നാം കർത്താവിന് വിലയേറിയവരും മാന്യരുമായി നമ്മെ സ്നേഹിച്ചിരിക്കുന്നു. ആ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. ആ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ധ്യാനിച്ചുകൊണ്ട് ആ പാതാരവിന്ദങ്ങളിൽ നന്ദിയുടെയും സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും സ്വച്ഛജടാമാംസി തൈലം കുപ്പിയുടെ വക്ക് പൊട്ടിച്ച് നമുക്കൊഴിച്ച് നമ്മുടെ ഹൃദയത്തിൻ്റെ ആ നിക്ഷേപപാത്രങ്ങളെ തുറന്ന് നമുക്ക് അർപ്പിക്കാം. അവിടുത്തെ നാമം മാത്രം വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുടെ പ്രിയ കർത്താവേ, ഞങ്ങൾക്കിന്ന് പകൽക്കാലം ആ സ്നേഹത്തെ ഒരിക്കൽ കൂടെ ധ്യാനിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. ഞങ്ങളായിരുന്നു ആ വിലയേറിയ മുത്ത്. ഞങ്ങൾക്കൊരു വിലയും ഇല്ലായിരുന്നു, പക്ഷേ അവിടുന്ന് ഞങ്ങളെ വിലയേറിയ മുത്തായിട്ട് കണ്ടു. അങ്ങനെ തനിക്കുള്ളതെല്ലാം വിറ്റ് ആ മുത്ത് വാങ്ങിയ കാര്യം ഞങ്ങൾ ഓർക്കുകയായിരുന്നു. കർത്താവെ, ഞങ്ങൾ എന്തു പറയേണ്ടു? ഞങ്ങൾക്കൊന്നും പറയാനായിട്ട് കിട്ടുന്നില്ല. എല്ലാ നന്ദിയും സ്തുതിയും ബഹുമാനവും അങ്ങേക്ക് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.